അറിയാനുള്ള കാര്യങ്ങളാണ്. അത് നിർബന്ധമായി അത് ആദ്യത്തെ പേരിൽ തന്നെ ഉണ്ട്. അത് ഇപ്പൊ മറുപടി പറയാൻ അത് വായിക്കുന്നതായിരിക്കും അടുത്ത് അധ്യക്ഷന്റെ ഉപക്രമമാണ്. ഇതിന് അജണ്ട അനുസരിച്ച് അധ്യക്ഷന്റെ ഉപക്രമം. ബഹുമാനപ്പെട്ട ബോർഡ് മെമ്പർമാർ, ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, നിരീക്ഷകർ, ബഹുമാനപ്പെട്ട സംഘാംഗങ്ങൾ, ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ ഈ ബാങ്കിൻ്റെ പ്രസിഡന്റാണ്, അധ്യക്ഷനാണ്. അധ്യക്ഷൻ്റെ എന്ത് പോക്കർത്തരം കാണിക്കാനെന്ന് ഇവിടെ നടക്കൂല. എന്ത് പോക്കർത്തരവും കാണിക്കാനെന്ന് ഇവിടെ നടത്തുന്നതാണ്. എന്ത് പോക്കർത്തരം നടത്താനെന്ന് ഇവിടെ നടക്കത്തില്ല. അത് വേറെ എവിടെയെങ്കിലും പോയാൽ മതി. ഇവിടെ നടക്കില്ല. എന്ത് പോക്കർത്തരം കാണിക്കാനെന്ന് ഇവിടെ നടക്കൂല. അത് പോലീസ് പോയിക്കാണ്. പോലീസ് അനുവദിക്കണം. ഞാൻ അധ്യക്ഷത്തിന് ഉപക്രമം, എൻ്റെ ഉപക്രമം നടത്താൻ മര്യാദയ്ക്ക് തന്നെ വർത്താൻ പറഞ്ഞു. എന്നെ സീറ്റ് എടുക്കുന്നിരിക്കും. എനിക്ക് മര്യാദയൊക്കെ ഉണ്ട്. എനിക്ക് മര്യാദയൊക്കെ ഉണ്ട്. ഇവിടെ അധ്യക്ഷ പ്രസംഗമാണ്, ഉപക്രമമാണ്. നമുക്ക് ഞാൻ 2019 അല്ല അതൊന്നും കൂടെ ശരിയാവത്തില്ല. അതൊന്നും എടുക്കുന്നില്ല. അതൊക്കെ ബോളുണ്ടാക്കി കളയും. ഒന്നും എടുക്കുന്നില്ല. മര്യാദ സ്ഥലത്തിരിക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ സ്ഥലത്തിരുത്തണം. ഇത് പൊതുയോഗമാണ്. ഇതിൻ്റെ ഒന്നും അട്ടഹാസം കാണിക്കാനല്ല ഇവിടെ വന്നത്. ഇതിൻ്റെ ഒന്നും അട്ടഹാസം ഒന്നും നടക്കത്തില്ല. ഒരു അട്ടഹാസം ഒന്നും നടക്കത്തില്ല. മര്യാദ കളയുന്നത്. ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടു തന്നെ. ഞാൻ 1984 സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റായ ആളാണ് വെള്ളനാട് ശശി. അതൊന്നും ഇത് ഒരുപാട് പുരായണങ്ങളിൽ വന്നവരാണ്. ഒരുപാട് പുരായണം. അത് അങ്ങനെയൊന്നും നടക്കത്തില്ല. കുറച്ച് മര്യാദയ്ക്ക് സീറ്റ് ഇരുന്ന് ഉപക്രമത്തിൽ 1919 അധികാരത്തിൽ വന്ന് ഭരണസമിതി അധികാരമേക്കുമ്പോൾ കൊണ്ട് അവരടക്കുന്നു. ആർക്കും അവിഹിതമായ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇപ്പൊ ഗവൺമെന്റ് കമ്പ്യൂട്ടറേഷൻ തന്നു. 6 കമ്പ്യൂട്ടർ മാത്രമേ തന്നുള്ളൂ. പക്ഷെ അതിൻ്റെ കൊച്ചിൻ കമ്പ്യൂട്ടേഴ്സാണ് ടെൻഡർ ചെയ്ത് കൊടുത്തത്. ഗവൺമെൻറ് പറയുന്ന, ജോയിൻറ്റേഴ്സാർ പറയുന്ന നിയമം അനുസരിച്ച് കൊച്ചിൻ കമ്പ്യൂട്ടേഴ്സിന് കൊടുത്തു. അവർ കഴിഞ്ഞ 6 മാസക്കാലമായി ബാങ്കിൽ വന്ന് ഇതെല്ലാ ഫയലുകളും പരിശോധിച്ച് എല്ലാ ന്യൂനതകളും പരിശോധിച്ച് കമ്പ്യൂട്ടർ ഫീഡ് ചെയ്ത് അത് പരിശോധന നടത്തി. അത് ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രവർത്തനം തുടങ്ങി. കുറിയാക്കോട് ബ്രാഞ്ച് തുടങ്ങിയിട്ട് 12 വർഷമായി. ഒരു ജീവനക്കാരെ നിയമിക്കാനുള്ള അധികാരം തന്നില്ല. ഇപ്പോൾ 2 ജീവനക്കാരെയാണ് അവിടെ വെച്ച് ഈ കാര്യങ്ങൾ നടത്തുന്നത്. അത് ലാഭത്തിലാണ് കുറിയാക്കോട് ബ്രാഞ്ച്. നീതി സ്റ്റോർ, വളം ഡിപ്പോ ഞാൻ വന്നപ്പോൾ വളം ഡിപ്പോ ഇല്ല. വളം ഡിപ്പോ അത്യാവശ്യമായി അതിൻ്റെ ബാങ്കിൻ്റെ ഫണ്ടിൽ തുടങ്ങി. ആ സ്ഥലം ഒഴിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി ഇട്ട് 20 വർഷങ്ങൾക്ക് ശേഷം FACTയിലെ വളം ഇപ്പോൾ വെള്ളനാട് ഡിപ്പോയിൽ വിൽക്കുന്നുണ്ട് കാര്യം കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം നീതി സ്റ്റോർ തുടങ്ങാൻ പോവുകയാണ്. നമ്മളെ മരുന്ന് വിൽപ്പന, മെഡിക്കൽ സ്റ്റോർ നഷ്ടമില്ലാത്ത നിലയിൽ പോകുന്നുണ്ട്. ആളുകളുടെ കുടിശ്ശ ഗ്യാസ് വരുന്ന നടപടികളെല്ലാം ഇരിപ്പുണ്ട്. 2020 മുഴുവൻ കേസുകളും അത് ഫയൽ ചെയ്ത് ട്രഷറി പൈസ അടച്ച് നടപടിക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആ നടപടികൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ചില നിർദ്ദേശങ്ങൾ ഉണ്ടാവണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. പിന്നെ
കേരള ഗവൺമെൻറ് പറഞ്ഞ മുഴുവൻ പദ്ധതികളും വളരെ ഭംഗിയായി ഈ സർവീസ് ബാങ്ക് നടത്തിയിട്ടുണ്ട്. എല്ലാ ഗവൺമെൻറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഭരണസമിതി കൂടി ആലോചിച്ച് ഭംഗിയായി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളും കാരണങ്ങളെല്ലാം ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. ഒരു കാര്യത്തിലും ഞങ്ങൾ വിട്ടുവീഴ്ച നടത്തിയിട്ടില്ല. ഭരിക്കുന്നത് വേറെ കക്ഷിയാണെങ്കിലും അത് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആയതുകൊണ്ട് ആ സാമാന്യ വിവരങ്ങളുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതിലൊന്നും പുറകോട്ട് പോയിട്ടില്ല. പിന്നെ അവിടെ അക്കരക്കര 60 സെൻറ്റ് സ്ഥലമുണ്ട്. പണ്ട് അന്തരിച്ചു പോയ ബഹുമാനപ്പെട്ട നാടിൻ്റെ പ്രിയപുത്രനായ ശിവൻ സാറാണ് ആ 60 സെൻറ്റും ഇന്ന് ബാങ്ക് ഇരിക്കുന്ന സ്ഥലത്ത് 40 സെൻറ്റും സ്ഥലവും വാങ്ങിച്ച് അന്ന് അതിമനോഹരമായ ഒരു കെട്ടിടം അവിടെ കെട്ടിയിട്ടാണ് അദ്ദേഹം പോയത്. ആ കെട്ടിടം പൊളിച്ചാണ് പുതിയ കെട്ടിടം കെട്ടി ചോർന്ന് പൊളിച്ച് ആ ബാങ്കിൽ നിന്നും നിയമനത്തിന് പോയപ്പോൾ അതിന് സ്റ്റേ വാങ്ങിച്ചിട്ടിരിക്കുന്നു. അത് നിയമാനുസരണമുള്ള കാര്യങ്ങൾ നടക്കും. ആരുടെയും ഈ ഇരിക്കുന്ന ബോർഡ് മെമ്പർമാരും ഞങ്ങൾ ഓട് പൊളിച്ച് വന്നവരല്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിട്ട് കാര്യം ചെയ്യാൻ നേതൃത്വം കൊടുക്കാൻ കഴിവും കപ്പാസിറ്റി ഉള്ളവരാണ് വെള്ളനാട് ശശി എന്ന കാര്യം നിങ്ങൾ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ നടക്കും. അതുകൊണ്ട് ഭീഷണിയൊന്നും വേണ്ട. ഇവിടെ എന്നോട് ഭീഷണി വേണ്ട. എനിക്ക് അധ്യക്ഷ നിലയിൽ ഞാൻ മാന്യമായ ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ബാങ്കിൻ്റെ പ്രവർത്തനം ഇത് അതൊക്കെ നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പള്ളിയിൽ ഞായറാഴ്ച കാലത്ത് ഏതെങ്കിലും പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത് പറ്റിയോ? അതുകൊണ്ട് നിങ്ങൾക്ക് മര്യാദ ഇല്ലെങ്കിൽ എനിക്ക് മര്യാദ ഉണ്ടാവില്ല. അങ്ങനെ മര്യാദയ്ക്ക് ബാക്കിയുള്ളവർക്ക് മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ മതി. മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ ഇരിക്കും. മര്യാദയ്ക്ക് നിങ്ങൾ ചോദിക്കുന്നത് ഉത്തരം പറഞ്ഞ ആളല്ല. അതുകൊണ്ട് ഈ ബാങ്കിൻ്റെ പൊതുയോഗം ഭംഗിയായി പര്യവസാനിപ്പിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. മര്യാദയാണെങ്കിൽ മര്യാദ ഇല്ലെങ്കിൽ മര്യാദ കേടുകൾ. അതിനൊന്നും കുഴപ്പവുമില്ല, പേടിയില്ല. എനിക്കാണെങ്കിൽ പോലീസ് ഇല്ലെങ്കിലും പേടിയില്ല. എനിക്കറിയാം. പിന്നെ ഇത് നമ്മൾ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സംഘത്തിൻ്റെ മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചേ ഉള്ളൂ. ഞാനും വിചാരിച്ച 10-20 ഗുണ്ടകളൊക്കെ കിട്ടും, 20-50 ഗുണ്ടകളൊക്കെ കിട്ടും. പക്ഷെ അത് ഈ നാട്ടിൻ്റെ മാന്യതയ്ക്ക് യോജിച്ചതില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ അടുത്ത് മറ്റുള്ള കാര്യങ്ങൾ ഞാൻ അപ്പോഴപ്പോൾ വിഷയം വരും സംസാരിക്കും. അടുത്ത പ്രവർത്തന റിപ്പോർട്ട് കണക്കുകൾ അവതരിപ്പിക്കും. അതിൽ ചർച്ച അവതരിപ്പിച്ച ശേഷം പിന്നെ ചർച്ച ഒരാളെ പറ്റും. വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്യും. ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്നത് അംഗങ്ങളുടെ വിശദമായ ചർച്ചയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ബാങ്കിലെ അംഗമായിരിക്കെ നിര്യാതരായ വ്യക്തികൾ, സഹകാരികൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നായകന്മാർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തും. കൊല്ലവർഷം 26/6/1919 ബാങ്കിലെ അംഗമായിരിക്കെ നിര്യാതരായ വ്യക്തികൾ, സഹകാരികൾ, സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയ നായകന്മാർ എന്നിവരുടെ നിര്യാണത്തിൽ ഈ യോഗം അനുശോചനം രേഖപ്പെടുത്തുന്നു. കൊല്ലവർഷം അടുത്ത വായിക്കുകയാണ്. കൊല്ലവർഷം 26/6/1919 1/7/1943 രജിസ്റ്റർ ചെയ്ത് 1/7/1919 പ്രവർത്തനം ആരംഭിച്ചു. 1/7/1943 ആരംഭിച്ചതാണ് നമ്മുടെ ബാങ്ക്. തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ സർവ്വാത്മകമായ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടി സഹകരിച്ച അംഗങ്ങളോട് നിസ്സീമമായ കൃതജ്ഞത. അംഗത്വവും ഓഹരി മൂലധനവും റിപ്പോർട്ട് വർഷാവസാനം 31/3/2020 മുതൽ 18,719 എ ക്ലാസ് അംഗങ്ങളാണ് ബാങ്കിലുള്ളത്. 11,41,05,653 രൂപയാണ് പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധനം. നിക്ഷേപങ്ങൾ
1,14,15,653 അതിൽ തെറ്റുപറ്റും. വിവിധ നിക്ഷേപങ്ങൾ ബാങ്ക് സമാഹരിക്കുന്നുണ്ട്. ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം അംഗങ്ങളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ നാടിൻ്റെ പൊതു നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റിപ്പോർട്ട് വർഷാവസാനം 33,56,10,300 രൂപ നിക്ഷേപങ്ങളിൽ ബാക്കി നിൽക്കുന്നു. വായ്പകൾ ഹ്രസ്വകാല മധ്യകാല കാർഷിക വായ്പകൾ, കിസാൻ ക്യാഷ് ക്രെഡിറ്റ്, കാർഷികേതര വായ്പകൾ, ഹയർ പർച്ചേസ് വായ്പകൾ, നിക്ഷേപ ഈടിന്മേലുള്ള വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഭവന നിർമ്മാണ വായ്പ എന്നിവ അംഗങ്ങൾക്ക് വിതരണം ചെയ്തു വരുന്നു. റിപ്പോർട്ട് വർഷാവസാനം വിവിധ വായ്പകളിലായി 18,29,55,910 രൂപ അംഗങ്ങളിൽ ബാക്കി നിൽക്കുന്നു. വായ്പാ വിതരണത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. യഥാസമയം വായ്പാ തവണകൾ തിരിച്ചടയ്ക്കാതെ കുടിശ്ശിക വരുത്തുന്ന സമീപനം ബാങ്കിൻ്റെ പ്രവർത്തന പുരോഗതിയെ ബാധിക്കുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട അംഗങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ അംഗങ്ങൾ തയ്യാറാവണമെന്ന് അപേക്ഷിക്കുന്നു. കടാശ്വാസ പദ്ധതികൾ. വായ്പാ കുടിശ്ശിക തീർക്കുന്നതിനും അംഗങ്ങൾക്ക് ഇളവുകൾ അനുവദിക്കുന്നതിനുമായി സർക്കാർ കാലാകാലങ്ങൾ പ്രഖ്യാപിക്കുന്ന ആശ്വാസ പദ്ധതികൾ ബാങ്ക് നടപ്പിലാക്കുന്നുണ്ട്. ഇത്തരം ആശ്വാസ പദ്ധതികൾ പ്രയോജനപ്പെടുത്താൻ അംഗങ്ങൾ തയ്യാറാകേണ്ടതാണ്. റിസ്ക് ഫണ്ട്. വായ്പ എടുത്തിട്ടുള്ള അംഗങ്ങൾ മരിച്ചു പോവുകയോ മാരക രോഗത്തിന് അടിമപ്പെട്ടു പോവുകയോ ചെയ്താൽ സഹായം ലഭ്യമാക്കുന്നതാണ് റിസ്ക് ഫണ്ട് പദ്ധതി. വായ്പ എടുക്കുന്ന അംഗങ്ങളിൽ ഒരു നിശ്ചിത തുക പിരിച്ചെടുത്ത് യഥാസമയം കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കുന്നുണ്ട്. ചിട്ടിക്ക് പ്രതിമാസ നിക്ഷേപ പദ്ധതി. ചിട്ടിക്ക് സമാനമായി 10,000, 25,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം എന്നീ ക്രമത്തിൽ പ്രതിമാസ ചിട്ടികൾ നടന്നു വരുന്നു. 22 നമ്പറുകളിലായി 1,25 ലക്ഷം രൂപയുടെ നിക്ഷേപ മൂല്യമുള്ള പ്രതിമാസ ചിട്ടികൾ HOയിലും ബ്രാഞ്ചിലുമായി നടന്നു. ഉപഭോക്തൃ മേഖല. നിത്യോപസ്ഥാനങ്ങൾ വിലക്കയറ്റം ഇതിന് നിലവിൽ കട ഇല്ല. പക്ഷേ നമ്മുടെ സ്റ്റോർ 2010 ചില സാങ്കേതിക കാരണങ്ങളെ കൂട്ടിപ്പോയി. അത് തുറക്കുന്നതിനുള്ള പരിശ്രമത്തിൽ കൊണ്ട് വെള്ളനാട് ഉറിയാക്കോടുമായി 2 വളം ഡിപ്പുകൾ പ്രവർത്തിച്ചു വരുന്നു. റബ്ബർ മാർക്കിൻ്റെയും ഇപ്പോൾ FACTയും മാർക്കറ്റ് ഫെഡിൻ്റെയും കൂടെ വളങ്ങളും കൂടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വിൽപ്പന നീതി മെഡിക്കൽ സ്റ്റോറും ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു. ബാങ്കിൻ്റെ നിക്ഷേപങ്ങൾ കേരള ബാങ്ക്, മറ്റിതര സഹകരണ സ്ഥാപനം എന്നീ മേഖലകളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഈ ഇനത്തിൽ 33,67,750 രൂപ ഷെയർ നിൽക്കുന്നുണ്ട്. സ്ഥിര ആസ്തികൾ. വളനാട് വില്ലേജിൽ റീസർ 391 പേർ 10, 390 12, 391 പേർ 16, 402 പേർ 7 എന്നീ നമ്പറിൽപ്പെട്ട 92 സെൻറ്റ് ഭൂമിയും അവയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളും അകസാമാനങ്ങളും നമ്മുടെ ബാങ്കിൻ്റെ സ്ഥിരം ആസ്തികളാണ്. ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ ബ്രാഞ്ച് പ്രവർത്തിച്ചിരുന്ന ഹെഡ് ഓഫീസിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ബ്രാഞ്ചിൽ നടപ്പിലാക്കുന്നുണ്ട്. ഹെഡ് ഓഫീസിൽ ലോക്കർ സൗകര്യം ലഭ്യമാണ്. ഇടപാടുകാർക്ക് വളരെ വേഗത്തിലും മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരണ ഭാഗമായി HOയിൽ പൂർത്തിയായി ഉറയക്കോട് ബ്രാഞ്ചിൽ നടന്നു വരികയാണ്. അതിൻ്റെ ശരിക്കുള്ള ഒരു ഫംഗ്ഷൻ നടന്നത് ഈ മെയ് മാസത്തിലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. നമുക്കതിനകത്ത് കുറച്ച് 2017-18 മുതലുള്ള ഡാറ്റ കളക്ട് ചെയ്യേണ്ടതായി വന്നു. അത്രയും താമസം വന്നു. ബാങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി 10/19 നിലവിൽ വന്നു. ബാങ്കിൻ്റെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം ശ്രീ വള്ളാടി ശിശിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ജീവനക്കാർ ഈ ബാങ്ക് നീതി മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെ 10 ജീവനക്കാർ, നിക്ഷേപ കളക്ഷൻ എന്നിവരെ 7 പേർ സേവനമെടുക്കുന്നു. ബാങ്കിൻ്റെ കണക്കുകൾ ആഡിറ്റ് ചെയ്യുന്നതിന് കൺകറൻ്റ് ആഡിറ്റുള്ള സഹകരണ വകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 2017-18 വരെയുള്ള കണക്കുകൾ പൂർത്തിയായി. തുടർന്ന് 18-19 പൂർത്തിയായിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ആയിട്ടില്ല. 2019-20 ആഡിറ്റ് നടന്നു വരികയാണ്. സെയിൽ ഓഫീസർ വായ്പ കുറിച്ച് പിടിച്ച് സഹകരണ വകുപ്പിൽ നിന്നും ഒരു സെയിൽ ഓഫീസറെ സീനിയർ തന്നെ വെച്ചിരുന്നു. ഇപ്പോൾ അടുത്ത് ജൂനിയറായ ഒരാൾ വെച്ചിട്ടുണ്ട്. ബാങ്കിൻ്റെ കുടിശ്ശിക പിരിച്ചിരിക്കുന്നതിന് ഭരണസമിതി ജീവനക്കാരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു. ബാങ്കിൻ്റെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് അംഗങ്ങളുടെ നിക്ഷേപകരുടെയും സഹായം ലഭിച്ചിട്ടുണ്ട്. ഭാവി പ്രവർത്തനങ്ങളിലും അതുണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ബാങ്കിൻ്റെ പ്രവർത്തനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന അംഗങ്ങൾ, നിക്ഷേപകർ, സഹകരണ ഉദ്യോഗസ്ഥർ, കേരള സംസ്ഥാന സഹകരണ ബാങ്കുകൾ, സർക്കിൾ സഹകരണ യൂണിയൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നിവയ്ക്ക് നന്ദി രേഖപ്പെടുന്നു. ഈ റിപ്പോർട്ടും അനുബന്ധ കണക്കുകളും ബഡ്ജറ്റും ബൈലാഭേദഗതിയും ചർച്ച ചെയ്ത് അംഗീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുയോഗ സമക്ഷം സമർപ്പിക്കുകയാണ്. എല്ലാം വായിക്കും പ്രിൻ്റ് ചെയ്ത് കാര്യങ്ങൾ നമുക്ക് സെക്രട്ടറി വായിച്ചിട്ട് അതിലൊരു ചർച്ച, അതിനകത്ത് കാര്യഗൗരവമായ ചർച്ച നടത്താനും അത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്താൻ്റെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ അതനുസരിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെടും. 17-18 ആഡിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ 25 രൂപ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പൂർണ്ണമായ അതിനകത്ത് ഇതിൽ പറയുന്ന ന്യൂനതകൾ പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ പരിഹരിച്ച് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ പരിഹരിക്കാനും ഉണ്ട്. അടുത്ത പേജ് 24-ലാണ്. 24-ൽ നമ്മുടെ 2022-23 വരവ് ചെലവുകൾ പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അടുത്ത് വ്യാപാര കണക്കുണ്ട്, ലാഭനഷ്ട കണക്കുണ്ട്. അടുത്ത പേജിൽ
നമ്മുടെ 2021 മാർച്ചിലെ 26-ാമത്തെ പേജിൽ മാർച്ചിലെ ബാക്കി പത്രമുണ്ട്. 2022 23 27-ാമത്തെ പേജിൽ ചെലവഴിച്ച എസ്റ്റാബ്ലിഷ്മെൻറ്റ് കണ്ടിജൻസി ചെലവുകൾ അംഗീകാരത്തിന് വെച്ചിട്ടുണ്ട്. അടുത്ത 23-24 വർഷത്തേക്കുള്ള ബഡ്ജറ്റും അംഗീകാരത്തിനകത്ത് വെച്ചിട്ടുണ്ട്. 28-ാമത്തെ പേജിൽ രണ്ട് ബൈലാ ഭേദഗതി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 29-ാമത്തെ നമുക്ക് ഒരു സമയത്ത് അല്ല എല്ലാമായി ഞാൻ പ്രിൻ്റ് ചെയ്തു ചർച്ചയല്ല. പിന്നെ ചർച്ച ചെയ്യാം. അടുത്ത് ഇപ്പോൾ ചർച്ച മാത്രമേ പറയാൻ അനുവദിക്കൂ. വായി തോന്നി എന്ത് പറയാൻ അനുവദിക്കത്തില്ല. ബഹുമാനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹകാരികളെ, ഈ വാർഷിക പൊതുയോഗം ഒരു തവണ വിളിച്ച് മാറ്റിവെച്ച് രണ്ടാമത് വിളിക്കപ്പെട്ട വാർഷിക പൊതുയോഗം ആദ്യത്തെ നടപടിക്രമത്തിൽ വന്ന, അതായത് നോട്ടീസ് വായിച്ച് അംഗീകരിക്കയിൽ വന്ന തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു. ഇപ്പം 17-18 ആഡിറ്റ് റിപ്പോർട്ടിൻ്റെ ന്യൂനതാ സംഗ്രഹം 7-ാമത്തെ പേജിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് പൊതുയോഗത്തിൽ അവതരിപ്പിക്കേണ്ടത്, അതിവിടെ നടപ്പിലാക്കാനുള്ള ഇത് മനഃപൂർവ്വം മാറ്റിവെച്ചതെന്നാണ് ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപം. അതുകൂടെ നോട്ടീസ് ഈ അജണ്ടയിൽ ഉൾപ്പെടുത്തി ന്യൂനതാ സംഗ്രഹം കൂടെ ജനങ്ങളെ അറിയിക്കണം. മാന്യമായാണ് പറഞ്ഞത്. അതിനുള്ള മറുപടിയും നിങ്ങൾ കേട്ടത്. ഇപ്പം ഞാൻ കൂടുതൽ വിഷയങ്ങൾ ഓരോ അജണ്ടയും നമുക്ക് എടുക്കേണ്ടതുള്ളതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടും ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലും 2022-23 വർഷത്തിലെ വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ച് മാത്രമേ സംസാരിക്കുന്നത്. ബഹുമാനായ അധ്യക്ഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാര്യം അധ്യക്ഷൻ ശ്രദ്ധിക്കണം, പൊതുയോഗം അറിയണം. പ്രവർത്തന റിപ്പോർട്ടിനകത്ത് തെറ്റുണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞത്. ജീവനക്കാരെ സംബന്ധിച്ചോ ഓഹരി മൂലധനത്തെ സംബന്ധിച്ചോ നിക്ഷേപങ്ങളെ സംബന്ധിച്ചോ ഒന്നും ഒരു തെറ്റും കാണുന്നില്ല. അതെല്ലാം പറഞ്ഞ് എഴുതിയിട്ടുള്ളതാണ്. ചുരുക്കിയാണ് എഴുതിയിട്ടുള്ളത്. മുഴുവൻ കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ അതിൽ കമ്പ്യൂട്ടർവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഈ അവതരിപ്പിച്ച കൂട്ടത്തിൽ ഇതിൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരാത്ത 4 വരികൾ സെക്രട്ടറി കൂട്ടിച്ചേർക്കുക. അത് നിങ്ങൾക്കറിയാമായിരിക്കും. പറഞ്ഞത് മെയ് മാസത്തോടുകൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. വളരെ പഴയ റെക്കോർഡുകളൊക്കെ ശരിയാക്കിയെടുക്കാൻ കാലതാമസം വന്നു എന്നൊക്കെയാണ്. സർക്കാർ ഈ കമ്പ്യൂട്ടറും കൊടുത്ത് ഇത് സമയബന്ധിതമായി ഈ സംസ്ഥാനത്തെ മുഴുവൻ സർവീസ് സഹകരണ ബാങ്കുകളിലും നടപ്പിലാക്കേണ്ട ഫലമായിട്ടാണ് പല ബാങ്കുകളിലെയും കൊള്ളകൾ പുറത്തു വന്നത്. വർഷങ്ങളായി നടത്തിയിട്ടുള്ള തിരിമറികൾ കർശന നിർദ്ദേശം കൊടുത്തിട്ട് 93 ലക്ഷം രൂപ മറ്റിനം ഈ ചെലവിൽ വെച്ചേക്കാണ്. മറ്റിനത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതിൽ ചോദിച്ചപ്പോൾ പറയുന്ന മറുപടിയാണ് കമ്പ്യൂട്ടറൈസേഷൻ. കമ്പ്യൂട്ടർ സർക്കാർ ഫ്രീ ആയിട്ട് കൊടുത്തു. ഇതിൻ്റെ ഡേറ്റ എൻട്രി ചെയ്യണവർക്ക് 15,000 രൂപ വീതം ശമ്പളം കൊടുത്ത എത്ര ജീവനക്കാർക്ക് എത്ര മാസം കൊണ്ട് ഇത് ചെയ്തു തീർക്കാമായിരുന്നു. അപ്പം അത് ചെയ്തില്ല. അത് പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തി അതൊന്ന് വീഴ്ച അഡ്മിറ്റ് ചെയ്യണം. മെയ് മാസം തുടങ്ങത്തിരി പറ്റി അങ്ങനെ നൈസായി പറഞ്ഞു പോകണ്ട. അത് നമ്മുടെ ബാങ്കിൻ്റെ ഭരണത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഈ ഇതാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വാർഷിക വരവ് ചെലവ് കണക്ക് പേജ് നമ്പർ 2022-23 ചെലവഴിച്ച പേജ് നമ്പർ 27 അവസാനം പറഞ്ഞത് ശമ്പളവും അലവൻസുകളും 41,59,727 ബോണസ് പെൻഷൻ ഫീസിന്റെ വ്യക്തമായ കണക്ക് ഇവിടെ അവതരിപ്പിക്കണം. അതല്ലാതെ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഓരോ സബ്ജക്റ്റായിട്ട് അതറിയാനുള്ള അവകാശം ഈ പൊതുയോഗത്തിനുണ്ട്. ആഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി കാര്യം പറയാം. പിന്നെ അടുത്ത പേജിൽ 28-ാമത്തെ പേജിൽ സമയം ഈ കണക്ക് ചർച്ച ചെയ്യാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതിന് സമയം പൊതുയോഗത്തിൻ്റെ ബൈലയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. ഈ ബഡ്ജറ്റ് മൊത്തം ചിലവ് 2,05,95,265 രൂപ 2023 യഥാർത്ഥ വരവ്. 2023 ചിലവ് 2,14,38,806. ഇതാണ് ഇവിടെ അവതരിപ്പിച്ചേക്കുന്ന കണക്ക്. ഈ കണക്ക് ശരിയല്ല എന്ന് 2017-18 ആഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. 2017-18 ആഡിറ്റ് റിപ്പോർട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നതിന് യഥാർത്ഥത്തിൽ ഈ അധ്യക്ഷ വേദിയിലിരിക്കുന്ന പ്രസിഡന്റ് അടക്കം ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളടക്കം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ്. കാരണം
ഈ ആഡിറ്റ് റിപ്പോർട്ടിൻ്റെ പീരീഡിൽ ഈ വേദിയിലിരിക്കുന്ന സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റുന്ന ഇത് പരിശോധിക്കാൻ, കട്ടൗണ്ട് പോകാതിരിക്കാൻ പരിശോധിക്കാനുള്ള യൂണിറ്റ് ഇൻസ്പെക്ടറുടെ കൺവീനറായിട്ടുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെ കിടന്ന് വല്ലതും പറഞ്ഞൊരു കാര്യമുണ്ട്. 2017 ഈ ബോർഡ് വന്നത് 2019. ഈ ബോർഡ് ഇതിന് ശേഷമാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വരുന്നത്, ശ്രീ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ. ആ കമ്മിറ്റി കണ്ടെത്തിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ഇവിടെ ഒരാളിനെ സംബന്ധിച്ചുള്ള കുറ്റാരോപണം മെമ്മോയാണ്. ഇതിനകത്ത് വിശദമായ കാര്യങ്ങളുണ്ട്, അതൊന്നും ഇപ്പോൾ ഇവിടെ പറയില്ല, അതിൻ്റെ അജണ്ട വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി അല്ലെങ്കിൽ അഭിഹിതമായി അനർഹമായി നമ്മുടെ പണം നഷ്ടപ്പെടുത്തുകയാണ്. 2017-18 യൂണിറ്റ് ഇൻസ്പെക്ടർ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന പീരീഡിൽ നടന്ന വിഷയങ്ങളാണ് ആഡിറ്റിൽ വന്നേക്കുന്നത്. നിങ്ങളിൽ 2011 പൊതുയോഗ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ആഡിറ്റ് റിപ്പോർട്ടിൽ നമുക്കിപ്പോൾ 1 കോടി രൂപ ലോൺ കൊടുത്തു, 80 ലക്ഷം രൂപ തിരിച്ചു കിട്ടാണ്ട്, 20 ലക്ഷമാണ് തിരിച്ചു കിട്ടാണ്ട്, കടമാണ്, കുടിശ്ശികയാണ്. അങ്ങനെ വന്നാൽ ആഡിറ്റുകാർ എന്ത് ചെയ്യും? ഈ മുതലിനുള്ള കരുതൽ 80% വരെ വയ്ക്കും എന്ന് പറഞ്ഞാൽ 64 ലക്ഷം രൂപ കരുതൽ എന്ന് പറഞ്ഞങ്ങ് മാറ്റും. എന്ന് പറഞ്ഞാൽ നമ്മളെ മൊത്തം അക്കൗണ്ടിൽ പറഞ്ഞാൽ 64 ലക്ഷം രൂപ കടത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള 1 രൂപ പോലും കണക്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരിരുന്നപ്പോൾ മാറ്റാതെ ഉണ്ടാക്കിയ ആഡിറ്റ് റിപ്പോർട്ടിന്മേൽ ആ ന്യൂനതാ സംഗ്രഹം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അതിൻ്റെ പേരിൽ വ്യക്തമായ തീരുമാനമെടുക്കണമെന്ന് പൊതുയോഗത്തോട് ഈ വരവ് ചെലവ് കണക്കുകളിൽ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലും ഈ 2022-23 വർഷത്തെ വരവ് ചെലവ് കണക്കുകളിൽ ഈ വന്നിട്ടുള്ള 2 വിഷയങ്ങൾ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്ന്, ഇതിലുള്ള എല്ലാ മറ്റംഗങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന്, ഇത് ഭൂരിപക്ഷ തീരുമാനത്തോടുകൂടി തീരുമാനമെടുക്കണമെന്നും, ഒരിക്കലും ഈ കൊള്ളയ്ക്ക് നിങ്ങൾ ഒരാൾ കൂട്ടു നിൽക്കരുത്, നമ്മൾ ആരെയും കാലത്തുള്ളതല്ല, അതുകൊണ്ട് കൂട്ടു നിൽക്കരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ നന്ദി. പ്രിയപ്പെട്ട അധ്യക്ഷൻ, പ്രസിഡന്റ് ശ്രീ വെള്ളാട് ശശി, ഭരണസമിതി അംഗങ്ങളെ, പ്രിയമുള്ള സഹകാരി സുഹൃത്തുക്കളെ, കൃഷ്ണകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പരാമർശിക്കുന്നില്ല. ഇവിടെ ബഹളം ഉണ്ടാക്കാൻ വന്നവരുമല്ല ഞാൻ. നിങ്ങൾക്കെല്ലാം അറിയാം, ഇവിടെ ഇത്രയും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഈ 10-25 ആളുകളെ വെച്ച് ഈ പൊതുയോഗം നടത്താൻ തീരുമാനിച്ചതിൻ്റെ സാങ്കത്യം എന്ത് എന്നറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അതിന് മാത്രം ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾക്ക് 4 പേർക്കെതിരായി, ഞാൻ ബാങ്കിൽ ദീർഘകാലം ഭരണസമിതി അംഗമായിരുന്ന ആളാണ്, പ്രസിഡൻ്റായിരുന്ന ആളാണ്, ഒരു ചെറിയ കാലയളവ്. കൃഷ്ണകുമാർ പ്രസിഡൻ്റായിരുന്ന ആളാണ്, ശോഭനൻ ഭരണസമിതി അംഗമായിരുന്ന ആളാണ്, മോഹനൻ സാർ ഇടക്കാലത്തുണ്ടായ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഞങ്ങൾ 4 ആളുകൾക്കെതിരെ ഞങ്ങൾ ഈ പൊതുയോഗം കലക്കാൻ വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഹൈക്കോടതി കേസ് കൊടുത്തു. ആ കേസിന് വേണ്ടി ചെലവാക്കിയ പൈസ ഈ സംഘത്തിൻ്റെ പൈസയാണ്. ഞങ്ങളിവിടുത്തെ ഭീകരവാദികളൊന്നുമല്ല. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫലമായി ഉണ്ടായ കാര്യങ്ങളേ ഉള്ളൂ. പൊതുയോഗം നേരാവണ്ണം നടക്കേണ്ട കാര്യമാണ്. വാർഷിക പൊതുയോഗം എല്ലാ വർഷവും നടക്കേണ്ടതാണ്. അതിൻ്റെ ചർച്ചകൾ മര്യാദയ്ക്ക് ചർച്ച ചെയ്ത് പാസ്സാക്കി പോകാൻ ഇവിടെ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇവിടെ രാവിലെ വരുമ്പോൾ ഒരു ഭീകര അന്തരീക്ഷമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈസ നോക്കണം. ഞങ്ങൾക്ക് ഹൈക്കോടതി നോട്ടീസ്, ഞങ്ങളുടെ ഹൈക്കോടതി പോകേണ്ടി വന്നു. പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ ഹൈക്കോടതിക്ക് വിലക്കാൻ അവകാശമില്ല, ഭരണസമിതി അംഗത്തിന് പങ്കെടുക്കാം. അപ്പോൾ ഇവിടെ ആരോഗ്യകരമായ ഒരു ചർച്ച നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ സ്വതസിദ്ധമായ ശൈലിയിൽ ആദ്യമേ ആക്രമണ സ്വഭാവത്തോട് ഇടപെട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നത്. അല്ലാതെ നീതി നിഷേധിക്കാനോ അല്ലെങ്കിൽ നീതിപീഠങ്ങളെ അംഗീകരിക്കാതിരിക്കാനോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അംഗീകരിക്കാതിരിക്കാനോ ഒരു മനോഭാവം ഞങ്ങൾക്കില്ല. ഇവിടെ പറഞ്ഞ ചില കണക്കുകൾ വ്യക്തത വേണം. 2016 ആഡിറ്റ്, ബാക്കി ആഡിറ്റ് എന്തുകൊണ്ട് വന്നില്ല പറയണ്ടേ? ഈ പറഞ്ഞ ന്യൂനതകൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരണമായി എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അത് പറയണം. ഞാൻ പേര് പറയുന്നില്ല. ഇവിടെ ചില ജീവനക്കാർക്കെതിരായി സ്പെസിഫിക്കായ ആഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടായിരുന്നു. എന്ത് പരിഹാരം? മറുപടി വേണം. കേസ് ചെലവ് 10 ലക്ഷത്തിലധികം രൂപ, നിങ്ങൾ അറിയണം, 10 ലക്ഷത്തിലധികം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേസിന് വേണ്ടി ചെലവാക്കിയെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ 13 ലക്ഷം രൂപ കേസിന് ചെലവാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് കേസിന് ചെലവാക്കാൻ വേണ്ടിയുള്ളതാണ്. ആഡിറ്റ് റിപ്പോർട്ടിൽ 10 കോടി രൂപ ഇപ്പോൾ സംഘത്തിന് നഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 കോടി നിസ്സാര കാര്യമല്ല. 33 കോടി രൂപയാണ് നിക്ഷേപമായി കാണിച്ചിട്ടുള്ളത്.
10 കോടി രൂപ ഈ സംഘത്തിന് നഷ്ടമാണ്. ഈ ചെറിയ നമ്മുടെ സമീപ പ്രദേശത്തുള്ള സംഘങ്ങൾ പോലെ അല്ല. നിക്ഷേപം കുറവാണ്, ചിട്ടി കുറവാണ്, ലോണ് കുറവാണ്, യാഥാർത്ഥ്യമാണ്. അത് ഓരോ കാലഘട്ടങ്ങളിൽ വന്ന പ്രത്യേക സാഹചര്യങ്ങൾ അതിന് വഴിവെച്ചിട്ടുണ്ടോ? ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവണം. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സാമ്പത്തിക സ്ഥാപനം. അപ്പം അങ്ങനെ വരുമ്പോൾ ആരോഗ്യകരമായ ചർച്ച ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. എന്തിനാണ് പേടിക്കുന്നത്? ഇവിടുത്തെ സംഘാംഗങ്ങൾ എന്തിനാണ് ഭരണസമിതി അല്ലെങ്കിൽ പ്രസിഡന്റ് ഞങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഞങ്ങളൊന്നും അങ്ങനെ പശ്ചാത്തലമുള്ളവരല്ലല്ലോ. ഞങ്ങൾ പൊതുയോഗത്തിന് നിയമാനുസരണം കുറച്ച് ചോദ്യങ്ങൾ രേഖാമൂലം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. 90 ലക്ഷം രൂപ മറ്റിനം. ഏതിനം? അടുത്ത വർഷത്തെ അടുക്കാനുള്ള ബഡ്ജറ്റിൽ ലക്ഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ന്യായമായ സംശയങ്ങൾക്കുള്ള മറുപടി മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ. അല്ലാതെ അലങ്കോലമാക്കിയാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ലതും സാധിക്കാനുണ്ടോ? ഞങ്ങൾക്കൊന്നും സാധിക്കാനില്ല. പക്ഷേ ശക്തമായ പ്രതിഷേധം ഇവിടെ. ഞാൻ കൃഷ്ണകുമാർ പറഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ ആവർത്തിച്ചു പോകുന്നില്ല. ഇവിടെ നിരീക്ഷകരായി 2-3 ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അവരോട് 1-2 ചോദ്യം ചോദിക്കാതെ പോകുന്നത് മര്യാദയുമല്ല. ഇവിടെ പറഞ്ഞല്ലോ, ഞാനാണെങ്കിൽ വെള്ളനാട് ശശിയാണെങ്കിൽ നേരത്തെ ഭരണസമിതി അംഗങ്ങളായിരുന്ന പേരുടെ എല്ലാം സർചാർജ് വരും. നിങ്ങളൊരു കാര്യം അറിഞ്ഞു പോകണം. അന്ന് UDFിന്റെ ഗവൺമെന്റ് അതിൽ പണി നടന്നതിൽ അപാകത ഉണ്ടെങ്കിൽ പരിശോധിച്ചോ, കുഴപ്പമില്ല. പക്ഷേ UDF ഗവൺമെന്റിന്റെ കാലത്ത് ബാങ്കിന് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ കൃഷ്ണകുമാർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എടുത്തൊരു തീരുമാനം, അതനുസരിച്ച് കെട്ടിടം ഉണ്ടാക്കിയ നിർമ്മാണത്തിൽ അപാകത ഉണ്ടെങ്കിൽ പരിശോധിക്കാം. ജോയിന്റ് രജിസ്ട്രാറുടെ അനുവാദം വാങ്ങിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് 2 കോടിയിലധികം രൂപ ആ കെട്ടിടം നിർമ്മിച്ചതിന്റെ തുകയെല്ലാം അന്നത്തെ ഭരണസമിതി അംഗങ്ങളുടെ ബണ്ടയ്ക്ക് എഴുതി വെച്ച സർചാർജാണ് ഓരോരുത്തർക്കും. ഇതെവിടെയാണ്? സഹകരണ നിയമം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉള്ളതാണ്. ഗവൺമെന്റ് മാറി മാറി വന്നാലും പ്രതികാര രാഷ്ട്രീയത്തിന് വേണ്ടി പ്രയോഗിക്കാനുള്ളതാണോ ഇത്? അതൊന്നും ചെയ്തു. അത് നിയമയുദ്ധത്തിലേക്കാണ്. വച്ച കെട്ടിടം ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദമില്ലാത്തത് കൊണ്ട് ആ കെട്ടിടം നിർമ്മിച്ച തുക മുഴുവൻ അന്നത്തെ ഭരണസമിതി അംഗങ്ങളുടെ പേരിൽ വെച്ചു. ഇവിടുത്തെ പാവപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു അന്ന് ഭരണസമിതി അംഗങ്ങളായിരുന്നവർ. ഞാനില്ലെങ്കിലും പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ വൈരാഗ്യം തീർത്തതാണ്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. അങ്ങനെയാണെങ്കിൽ ഈ 10 ലക്ഷം രൂപ ഇവിടെ കേസിന് വേണ്ടി ഒരു വർഷം ശരാശരി 10 ലക്ഷം രൂപ കേസിന് വേണ്ടി ചെലവാക്കുന്നു. എന്ത് മര്യാദയാണ്? വെള്ളനാട് ശശിക്ക് അങ്ങനെ പ്രിവിലേജ് പോലും ഉണ്ടോ? ഞാൻ ചെയ്യും, ഞാൻ പറയും, ഇതിനെക്കുറിച്ചൊന്നും പേടിയില്ല. നിങ്ങൾ പറയാമോ? അങ്ങനെ പറയാം. ഞാൻ പറയട്ടെ. അതുകൊണ്ട് വെള്ളനാട് ശശി അത്രയും ധൈര്യമുള്ളവരാണെങ്കിൽ എന്തിന് ഹൈക്കോടതി പോയി? എന്തിന് പോലീസിനെ കൊണ്ടുവന്നു? അതുകൊണ്ട് പോലീസിനെ വെച്ച് വരേണ്ട കാര്യങ്ങൾ നടത്തുമെന്ന് പറയണ്ട. ഞാൻ ആദ്യം ആവർത്തിക്കുന്നു, ഈ പൊതുയോഗം നേരായ വണ്ണം നടത്താനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ തുടക്കം മോശമായതുകൊണ്ടാണ് ഇടപെട്ടത്. കോടതി മാനിക്കുന്നു, പോലീസിനെ മാനിക്കുന്നു, ഈ പൊതുയോഗത്തെ മാനിക്കുന്നു. പക്ഷേ മര്യാദക്കാര്യങ്ങളും ഇനിയുമുള്ള വർത്തമാനം ഇല്ലെങ്കിൽ ഇടപെട്ടിരിക്കും. ഒരു തർക്കമില്ല. അതുകൊണ്ട് ഇതിന് കൃത്യമായ മറുപടി കിട്ടണമെങ്കിൽ ഞങ്ങൾ പോവുകയില്ല. ശരി. നന്ദി. പ്പെട്ട വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഒരു സഹകരണ സ്ഥാപനത്തിൽ ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്, 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സഹകരണ സ്ഥാപനത്തിൽ 10 ജീവനക്കാരാണുള്ളത്. അവിടെ വായ്പ എടുത്ത ആളുകളുടെ കുടിശ്ശിക പിരിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ദിവസം ഇറങ്ങി 4 ജീവനക്കാരുടെ പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ 2 ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്ന, ഹെഡ് ഓഫീസും ഒരു ബ്രാഞ്ച് പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനത്തിൽ രാഷ്ട്രീയത്തിന്റെ പേരിലായാലും എനിക്ക് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നിയമനത്തെ ചെറുത്തു തോൽപ്പിക്കുന്ന ആരുടെയെങ്കിലൊക്കെ പിന്തുണ വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ളത് ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും അത് ഈ പൊതുയോഗം മനസ്സിലാക്കണം. എനിക്ക് കിട്ടാത്തത് കൊണ്ട് മറ്റാർക്കും ഇത് കിട്ടണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഹൈക്കോടതിയിലും ഏത് കോടതിയിലും സർക്കാരിന്റെ ഭാഗത്തുള്ള സഹായം സ്വീകരിച്ചുകൊണ്ട് പോയ ആളുകളെയൊക്കെ ന്യായീകരിക്കലല്ല വേണ്ടത്. സഹകരണ സ്ഥാപനത്തിന്റെ സുതാര്യമായ പ്രവർത്തനത്തിന് അനുബന്ധമായി അവിടെ എത്തിക്കേണ്ട അംഗങ്ങൾ എത്ര ജീവനക്കാരാണോ അതിന്റെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് കിട്ടേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ഈ പൊതുയോഗം അംഗീകരിച്ചു കൊടുക്കണം. അവിടെ കിട്ടാത്ത ജീവനക്കാരെ അല്ലെങ്കിൽ സ്ഥിരം ജീവനക്കാരെ കിട്ടിയില്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരെ വച്ചുകൊണ്ടെങ്കിലും ആ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഈ ഭരണസമിതിക്ക് അംഗീകാരം കൊടുക്കണമെന്നാണ് ഈ പൊതുയോഗത്തിന് എനിക്ക് പറയുവാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മുടെ താലൂക്കിൽ തൊട്ടടുത്തുള്ള ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്കറിയാം. വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങളിലൂടെ സഹകരണ സ്ഥാപന ഡയറക്ടർ ബോർഡ് തന്നെ പിരിച്ചുവിട്ട് പണ്ട്
സഹകരണ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ബോർഡ് പിരിച്ചുവിട്ടാൽ സ്ഥാപനത്തിൻ്റെ ഉടമകൾ ആ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് ഹൈക്കോടതി സ്റ്റേയൊക്കെ വാങ്ങിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ പ്രിയമുള്ള സഹകാരം മനസ്സിലാക്കേണ്ടത്, ഇന്ന് സഹകരണ മേഖലയിൽ അഴിമതി കാണിച്ചാൽ, സഹകരണ മേഖലയിലുള്ള ഡയറക്ടർ ബോർഡായിരുന്ന ജീവനക്കാരായാലും അഴിമതി കാണിച്ചാൽ ഇന്ന് കേരളത്തിൻ്റെ നമ്മുടെ പുതിയ സഹകരണ പരിഷ്കാര നിയമങ്ങൾക്കനുസരിച്ച് ജയിലിൽ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സഹകാരികളുടെ പണമെന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർ, ഇവിടുത്തെ കുത്തക മുതലാളിമാരുടെ പണമല്ല. സഹകരണ മേഖലയിലേക്ക് വരുന്ന പണമെന്ന് പറയുന്നത് ഇവിടുത്തെ കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും സാധാരണക്കാരായ ആളുകൾ അവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം മിച്ചം വരുന്ന തുകയാണ് നമ്മുടെ സഹകരണ ബാങ്കുകൾ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പണം സംരക്ഷിച്ച് നിലനിർത്തേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ഓരോ ഭരണസമിതിക്കും ഉണ്ട് എന്നുള്ള കാര്യം ഈ ഭരണസമിതി ഓർക്കണമെന്ന് മാത്രം ഈ അവസ്ഥ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പൊതുയോഗം ഭംഗിയായി നടത്തണമെന്നും, അതോടൊപ്പം തന്നെ പോലീസിന്റെ ആവശ്യമൊന്നും ഈ പൊതുയോഗത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഇവിടെയുള്ള നമ്മുടെ മുഖാമുഖം കാണുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ വന്നിരുന്ന് ഈ പൊതുയോഗത്തെ അംഗീകാരത്തിനും ഈ പൊതുയോഗ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. വലിയ ഒരു പോലീസിന്റെയോ ഒരു പട്ടാളത്തിന്റെയോ സഹകരണത്തോടുകൂടി എത്ര കാലം ഇത് നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അതുകൊണ്ട് അത്തരത്തിലുള്ള, കാരണം അങ്ങനെ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ഈ ബാങ്ക് ഭരണസമിതി ഏർപ്പെടുത്തിയത് മുൻകാല ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്മിത്തല്ലും ഫയലുകൾ നശിപ്പിക്കലും അടക്കമുള്ള ആളുകൾ നടന്നതുകൊണ്ടായിരിക്കാം ഈ ഭരണസമിതി അത്തരത്തിലുള്ള തീരുമാനമെടുത്തതെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ എല്ലാ വർഷവും വാർഷിക പൊതുയോഗം നടത്തി കാര്യങ്ങൾ കണക്കുകളും അംഗത്വമൊക്കെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. വരുന്ന വർഷം ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ നാട്ടിലെ വെള്ളനാട്ടുള്ള സാധാരണക്കാരായ ആളുകളാണ് ഈ പൊതുയോഗത്തിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് വളരെ ഭംഗിയായി ആരോഗ്യപരമായ ചർച്ചകളിലൂടെ ഈ ബാങ്കിന്റെ പുരോഗതിക്കും കാര്യങ്ങൾ കുറ്റകരമായ വീഴ്ചയുണ്ടെങ്കിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും അത് പരിഹരിക്കാനുള്ള മനോഭാവം ഡയറക്ടർ ബോർഡിനും പ്രസിഡന്റിനും ഒക്കെ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പൊതുയോഗത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്ന് പറയുന്ന കമ്പനിയിൽ നിങ്ങളെടുത്ത സാധനം ആ ലോറി ഇവിടെ വന്നു, ആ സാധനം ഇവിടെ പോയി. ആ സ്വാതന്ത്ര്യം അവര് 4,63,000 രൂപയ്ക്ക് കേസിട്ടേക്കുന്നു. അത് ബാങ്ക് എങ്ങനെ കൊടുക്കും? ബാങ്ക് എങ്ങനെ കൊടുക്കും? പെസഫിക്കിന്റെ പൈസ ബാങ്ക് എങ്ങനെ കൊടുക്കും? അത് ഈ പഴയ പ്രസിഡന്റ് പറയണം. പഴയ പ്രസിഡന്റാണ് അവൾ എടുത്തത്. 4,63,000 പരിപാടിയില്ല വക്കാലത്തിലുണ്ട്. അവര് ഭ്രാന്താണ്. കേരള ഹൈക്കോടതി 4 കേസ് നടക്കുന്നു. കേരള ഹൈക്കോടതി ആർബിട്രേഷൻ കോടതിയിലെല്ലാം എസ് പാർട്ടിയായിട്ട് ഇടപെടുന്നത്. എസ് പാർട്ടിയായി വിധി വരുന്ന കേസുകളെല്ലാം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ബാങ്ക് പോകുന്നു. 3 കേസ് നടക്കുന്നുണ്ട്. ലേബർ കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. നെടുമങ്ങാട് കോടതിയിൽ ഒരു കേസിന്റെ പേര് നടക്കുന്നുണ്ട്. ജയിച്ചതിന്റെ പട്ടികാധികാരനല്ലെന്ന് പറഞ്ഞിട്ട് കേസ് നടക്കുന്നുണ്ട്. ബിന്ദുവിന്റെ കേസ് നടക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ കേസ് ചെലവായി. അതാണ് ചെലവ്. ഒന്നും നീ പറയണ്ട. നിനക്കൊക്കെ പരാതി ഉണ്ടെങ്കിൽ നീ വേറെ ജോലി നോക്കും. ഇവിടെ ഭ്രാന്ത്, നിനക്ക് ഭ്രാന്താണ്. കേസിട്ടു കേസ് ഇടാൻ ഭരണസമിതി തീരുമാനമായിട്ട് കേസിട്ടുണ്ട്. ഇത് പൊതുയോഗത്തെ കൈയടിച്ച് പാസ്സാക്കണം. പൊതുയോഗം പാസ്സായി. പൊതുയോഗം പിരിച്ചുകൊണ്ടിരിക്കും. ഈ പൊതുയോഗത്തിന് നന്ദി പറയുവാൻ ശ്രീ ഷൈജുവിനെ ക്ഷണിക്കുന്നു. ബഹുമാനമുള്ള വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിൽ പൊതുയോഗത്തിന് വന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ബോർഡ് അംഗങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, ബഹുമാനമുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് പ്രിയമുള്ള സഹകരണ യൂണിയനിലെ അംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും